യോഹന്നാന് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു. അവന്റെ ആഹാരമോ വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു. അന്ന് യെരുശലേമ്യരും യഹൂദ്യദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. ഈ ബൈബിൾ സ്റ്റഡിയുടെ 2ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, യോഹന്നാന് ഒട്ടകരോമം കൊണ്ടുള്ള ഒരു ഉടുപ്പും അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു. അവന്റെ ആഹാരമോ വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു എന്നാണ്. ഇവന്റെ വസ്ത്രം എന്ന് പറയുന്നത് ഒട്ടകരോമം കൊണ്ടുള്ളതായ ഒരു ഉടുപ്പ്, അരയിൽ തോൽവാറ്, ഇത് രണ്ടുമാണ് അവന്റെ വേഷമായി ഉണ്ടായിരുന്നത്. ഏതാണ്ട് ഇതിനോട് സാമ്യമുള്ള ഒരു വേഷം ധരിച്ച ആള് ദൈവവചനത്തിൽ മറ്റൊരിടത്തുണ്ട്. ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടി വന്നയാളാണ് യോഹന്നാൻ സ്നാപകൻ. അങ്ങനെ വരാനൊരു കാരണമുണ്ട്. മലാക്കി പ്രവചനം 4-ാം അധ്യായത്തില് അതേപ്പറ്റി എഴുതിയിട്ടുണ്ട്. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. ഇവിടെ ഈ പറയുന്ന കാര്യം നാം ശ്രദ്ധിക്കേണ്ടതാണ്. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. അപ്പോൾ ദൈവത്തിന്റെ സമയം വരുന്നതിന് മുമ്പേ, ദൈവത്തിന്റെ നാൾ വരുന്നതിന് മുമ്പേ ദൈവം ഏലിയാവിനെ അയക്കും. അത് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ശിഷ്യന്മാരതിനെ കുറിച്ച് ചോദിച്ചത്, കർത്താവേ, ഏലിയാവാണ് ആദ്യം വരേണ്ടതെന്ന് ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ പറയുന്നുണ്ടല്ലോ, അതിന്റെ അർത്ഥം എന്താണ്? ഉടനെ കർത്താവ് പറഞ്ഞു, അവര് പറയുന്നത് ശരിയാണ്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടി വന്നവൻ എന്ന നിലയ്ക്കാണ്. അതുകൊണ്ടാണ് ശാസ്ത്രിമാർ പറയുന്നത് ഏലിയാവാണ് ആദ്യം വരേണ്ടത്, അത് കഴിഞ്ഞാണ് മിശിഹ വരുന്നത് എന്ന്. സത്യത്തിൽ അത് അങ്ങനെ തന്നെയാണല്ലോ സംഭവിച്ചത്. ഏലിയാവാണ് ആദ്യം വന്നത്, പിന്നീടാണ് മിശിഹ വന്നത്. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം 6 മാസം പിന്നിട്ടപ്പോഴാണ് യേശുവിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അങ്ങനെ ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടി വന്നവനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. ഏലിയാവിന്റെ പ്രവർത്തനം പോലെ തന്നെയായിരുന്നു യോഹന്നാന്റെ പ്രവർത്തനവും. അവനെ കുറിച്ച് മത്തായി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആ കാലത്തെ യോഹന്നാൻ സ്നാപകൻ വന്നു, യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു. ന്യായമായിട്ട് നമുക്ക് തോന്നി, ഈ മരുഭൂമിയിൽ പോയി നിന്ന് പ്രസംഗിച്ചാൽ എന്താണ് പ്രത്യേകത? മനുഷ്യൻ കേൾക്കാൻ വരുമോ? മരുഭൂമിയിൽ എന്താ കുറെ മണലല്ലേ ഉള്ളൂ? ഞാൻ പറഞ്ഞതുപോലെ മരുഭൂമി എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിലുള്ള ഒരു മരുഭൂമിയല്ല, ഒരുതരം ഊഷരഭൂമി എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അതൊരു വിൽഡർനെസ് ആണ്, ജനങ്ങളധികം ഇല്ലാത്ത സ്ഥലമാണ്, അത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ യോഹന്നാന്റെ പ്രസംഗം അവിടെ ഉണ്ട് എന്ന് കേട്ടപ്പോൾ യോഹന്നാനെ തിരക്കിയ ആളുകൾ അങ്ങോട്ട് ചെന്നു. ദൈവരാജ്യം, അതായത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മനസ്സാന്തരപ്പെടുവീൻ. സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം എന്ന് പറയുന്നത് 1000 ആണ്ട് വാഴ്ചയെ കുറിച്ചാണ്. മിശിഹ രാജാവായിട്ടിരുന്ന് ഈ ഭൂമിയെ ഭരിക്കുന്ന ആ കാലത്തെ കുറിച്ച് തന്നെയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. കർത്താവിനെ വഴിയൊരുക്കുവീൻ, അവന്റെ പാത നിരപ്പാക്കുവീൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. യെശയ്യാ പ്രവാചകന് ഈ സംഭവത്തിന് ഏകദേശം 700 വർഷം മുമ്പേ പ്രവചിച്ചതാണ്. ഇതുപോലൊരാൾ വരും, പ്രവചിക്കുമെന്ന്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്ക്, യോഹന്നാന്റെ ഈ വാക്ക് യെശയ്യാ പ്രവാചകൻ കേട്ടിരുന്നു. കർത്താവിന്റെ വഴിയൊരുക്കി അവന്റെ പാത നിരപ്പാക്കുവീൻ എന്നാണ് മരുഭൂമിയിൽ ഇവൻ വിളിച്ചു പറയുന്നത്. അത് കഴിഞ്ഞിട്ട് യോഹന്നാന്റെ പ്രത്യേകത എന്താണ്, യോഹന്നാന്റെ വേഷം എന്താണ് എന്നൊക്കെ മത്തായി ഇവിടെ വിശദീകരിക്കുകയാണ്. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള ഒരു ഉടുപ്പ് ധരിച്ച് അരയിൽ തോൽവാറ് കെട്ടിയവനായിരുന്നു. അവന്റെ ആഹാരമോ വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു. അന്ന് യെരുശലേമ്യരും യഹൂദ്യ ദേശക്കാരും ഒക്കെയും യോർദാന്റെ ഇരുകരയിലുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്നു. ഊഷരഭൂമിയിലെ, ജനവാസമില്ലാത്ത ഭൂമിയിലെ മരുഭൂമിയിൽ നിന്നുകൊണ്ടാണ് യോഹന്നാൻ പ്രസംഗിച്ചിരുന്നത്. യോഹന്നാന്റെ പ്രസംഗം എന്ന് പറയുന്നത് നല്ല വാക്ക് പറച്ചിലൊന്നും ആയിരുന്നില്ല. എന്നിട്ടും ജനങ്ങൾ യോഹന്നാനെ തിരക്കി അവിടെ എത്തി. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ജനങ്ങളെ രസിപ്പിക്കുന്ന രൂപത്തില് ജനപ്രിയ പ്രസംഗകനായിരുന്നാൽ മാത്രമേ ജനങ്ങൾ സ്വീകരിക്കൂ എന്ന്. അങ്ങനത്തെ കുറെ പ്രസംഗകർ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അവരെ കുറിച്ച് പറയുന്നത് ജനപ്രിയ പ്രസംഗകരെന്നാണ്. അതെന്തോന്നാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ദൈവാത്മാവിൽ നിറഞ്ഞ് പ്രസംഗിക്കുന്ന ആർക്കും ജനപ്രിയ പ്രസംഗകരായിരിക്കാൻ പറ്റില്ല. പൗലോസ് ചോദിക്കുന്നു, ഞാന് ഇപ്പോൾ മനുഷ്യനെയോ ദൈവത്തെയോ പ്രസാദിപ്പിക്കുന്നത്?
ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ ദാസനായിരിക്കുവാൻ കഴിയുന്നതല്ല എന്നും. കർത്താവായ യേശുവിന്റെ പ്രസംഗം ജനപ്രിയ പ്രസംഗമായിരുന്നില്ല. തിന്മയ്ക്കെതിരെയുള്ളതായ മേഘഗർജനമായിരുന്നു അത്. ഇടിവെട്ടുന്നത് പോലെയാണ് കർത്താവ് തിന്മയ്ക്കെതിരായിട്ട്, പാപത്തിനെതിരായിട്ട്, കപടഭക്തർക്കെതിരായിട്ട് ആഞ്ഞടിച്ചത്. യോഹന്നാന്റെ പ്രസംഗവും ഇതുപോലെ ജനപ്രിയ പ്രസംഗമായിരുന്നില്ല. ദൈവദാസന്മാരെന്ന് വിളിക്കപ്പെടുന്ന ആരും തന്നെ ജനപ്രിയ പ്രസംഗം നടത്തിയില്ല. ജനങ്ങൾക്ക് എന്താണ് പ്രിയപ്പെടുന്നത്? അവരെ കുറ്റമൊന്നും പറയരുത്. നിങ്ങളെ ദൈവം ഇപ്പൊ അനുഗ്രഹിക്കുമെന്ന് പറയുക, വാലല്ല തലയാക്കുമെന്ന് പറയുക, വലിയ സന്തോഷമാകും. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിലെ കുറെ പ്രാസമൊക്കെ ഒപ്പിച്ച് ആ എന്ന് പറഞ്ഞ് അക്ഷരം തുടങ്ങിയാൽ പിന്നെ അവസാനം വരെ ആ, കാ എന്നൊരക്ഷരത്തെ തുടങ്ങിയാല് അവസാനം വരെ കാ, കർത്താവെന്നും കാര്യരുമ്പെന്നും കാളനെന്നും അങ്ങനെ കാ എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന എത്ര വാക്ക് മലയാളത്തിലുണ്ടോ അതെല്ലാം കൂടെ എടുത്തിട്ട് അങ്ങോട്ട് പ്രസംഗിക്കുക. അതുപോലെ ഏത് അക്ഷരത്തിലാണ് തുടങ്ങുന്നത് എന്ന് വെച്ചാൽ ആ അക്ഷരം കൊണ്ട് ഒരു 250 വാക്ക് മാലപ്പടക്കം പോലെ അടിച്ചു വിടുക. ഇതൊക്കെ കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് വളരെ രസമായിട്ട് തോന്നും. പിന്നെ വെറുതെ ചിരിക്കാൻ മാത്രം കൊള്ളാവുന്ന, വിശേഷിച്ച് ഒരു അർത്ഥവുമില്ലാത്ത കുറെ തമാശകള് അതും കൂടെ പറഞ്ഞാൽ ജനങ്ങൾക്ക് വലിയ ഇഷ്ടമാകും. പണ്ടേ ഒരാൾ എന്നോട് പറഞ്ഞു, സാറേ ഇന്നടെ തിന്നിയാളുടെ പ്രസംഗം കൊണ്ട് വരുന്നു. ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ വരുന്നില്ല. എന്റെ പൊന്നു സാറേ ഭയങ്കര രസമാ, വാ. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. രസിക്കാനാണെ പിന്നെ ഞാൻ വിഷമിച്ച് അവിടം വരെ വരുന്നത് എന്തിനാ? ടി വിക്കകത്ത് മിമിക്രി ഉണ്ടല്ലോ, അത് കണ്ടാൽ മതിയല്ലോ രസിക്കാൻ. അതുകൊണ്ട് രസിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വരുന്നില്ല. അദ്ദേഹം ആഴമായ വല്ല ദൈവവചനവും പറയുമായിരുന്നെങ്കിൽ അത് കേൾക്കാൻ പോവാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷെ അതല്ലല്ലോ സംഭവിക്കുന്നത്. വില കുറഞ്ഞ കുറെ തമാശകള്, അത് കേൾക്കാൻ വേണ്ടി ഇത്ര വിഷമിച്ച് അവിടം വരെ വരാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞു. ദൈവമക്കളെ, ദൈവവചന പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇതുപോലെ വില കുറഞ്ഞ തമാശകൾ പറയുകയല്ല, ജനങ്ങളെ രസിപ്പിക്കുകയല്ല, ജനങ്ങളുടെ പ്രിയപ്പെട്ടവനായി മാറുകയല്ല, സർപ്പസന്തതികളെ എന്ന് വിളിക്കുന്ന ആ രൂപത്തിലുള്ള പ്രസംഗം, സത്യം തുറന്നു പറയുന്ന പ്രസംഗം, പാപത്തിന് നേരെ വിരൽ ചൂണ്ടുന്ന പ്രസംഗം, ഇതാണ് ദൈവാത്മാവിലുള്ള പ്രസംഗം. തുടർന്നുള്ള ഭാഗങ്ങളോ ഇതിനു മുൻപുള്ള ഭാഗങ്ങളോ നിങ്ങൾക്ക് കേൾക്കണം, അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 214-278-4052 എന്ന ടെലിഫോൺ നമ്പറിൽ ഞാനുമായി ബന്ധപ്പെട്ടാൽ തുടർന്നുള്ള ഭാഗങ്ങളും നിങ്ങൾക്ക് ലഭിക്കത്തക്കവണ്ണം അയച്ചു തരുന്നതായിരിക്കും. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.